പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഡിസംബർ മാസം 25 ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതെ, ലോക ക്രൈസ്തവ ജനത ഇന്ന് യേശുവിന്റെ തിരുപ്പിറവിയെ സ്മരിക്കുന്ന ധന്യദിനം കൂടെ ആണല്ലോ. ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും, എന്നെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുമിരിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് ഏവർക്കും 2024 ക്രിസ്മസിന്റെ എല്ലാ സന്തോഷങ്ങളും നന്മകളും ദൈവനാമത്തിൽ ആമുഖമായി നേരട്ടെ. എല്ലാവരെയും അതാതിടങ്ങളിൽ സർവശക്തനായ ദൈവം ആരോഗ്യത്തോടും ബലത്തോടും കാത്തു പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 10 and 11 ഇപ്രകാരം വായിക്കുന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗമനത്തെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ ജനന സംബന്ധമായ ചില ചിന്തകളെക്കുറിച്ചും ജീവജലത്തിൽ കൂടെ ശ്രവിച്ചു വരികയായിരുന്നു. അങ്ങനെ യേശുവിന്റെ ജനന ദിവസം അടുക്കുമ്പോൾ പുതിയ നിയമ ചരിത്രത്തിലെ ആദ്യത്തെ സെൻസസ്, ജനസംഖ്യാ നിർണയത്തിന് കൽപ്പന വരുന്നു. യോസഫും ദാവീദിന്റെ കുലത്തിൽപ്പെട്ടവനാകിയാൽ ഗലീലയിലെ നസ്രത്തിൽ നിന്നും ഗർഭിണിയായ തന്റെ ഭാര്യയെ കൂട്ടി ദാവീദിന്റെ പ്രദേശമായ ബേത്ലഹേമിൽ എത്തുന്നു. അങ്ങനെ ബേത്ലഹേമിൽ എത്തുന്ന സമയത്താണ് മറിയയ്ക്ക് പ്രസവകാലം അടുക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്നു. എന്നാൽ അമ്മയും കുഞ്ഞുമായി വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ വന്നപ്പോൾ പശുത്തൊട്ടിയിൽ കുഞ്ഞിനെ കിടത്തുന്നു. വഴിയമ്പലം എന്ന് പറയുമ്പോൾ ഇന്നത്തെ നിലയിൽ എളുപ്പത്തിന് മനസ്സിലാക്കാൻ പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറുമുള്ള ഒരു പഴയ ഇരുനില കെട്ടിടം എന്ന് പറയാം. അതിന്റെ താഴത്തെ നിലയിൽ ജനങ്ങൾ സഞ്ചരിക്കുവാൻ ഉപയോഗിക്കുന്ന കഴുത, കുതിര എന്നിവയും അവയ്ക്ക് വേണ്ട തീറ്റി സാമഗ്രികളും വാഹനത്തിൻ്റെതായിട്ടുള്ള സാധനങ്ങളും പരിചാരകരും അങ്ങനെയുള്ള തൊഴിലാളികളും ഒക്കെയായി താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിൽ കൊച്ചു കൊച്ച് ഹട്ടുകളായി തിരിച്ച് ആളുകളും താമസിച്ചു വരുന്നു. എന്നാൽ ആ ദിനം വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ യേശുക്കുഞ്ഞിനെ ഇതാ പശുത്തൊട്ടിയിൽ കിടത്തുന്നു. പലപ്പോഴും നമ്മൾ പറയുന്നതും ധാരാളം ഗാനങ്ങൾ ആലപിക്കുന്നതും പശുത്തൊട്ടിയിൽ യേശുക്കുഞ്ഞ് ജനിച്ചു എന്നാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നില്ല. യേശുക്കുഞ്ഞ് കൃത്യമായി ജനിച്ച സ്ഥലം വേദപുസ്തക പ്രകാരം ഇന്നും അജ്ഞാതമാണ്, അറിയുകയില്ല. എന്നാൽ എടുത്തു കിടത്തിയത്
പ്രസവിച്ച സ്ഥലത്തു നിന്നും കുഞ്ഞുമായി വഴിയമ്പലത്തിൽ ചെന്നു. അവിടെ സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. ഇതാണ് വചനം പറയുന്നത്. ഇത് ഈ ഒരു രാത്രിയിൽ സംഭവിക്കുമ്പോൾ ഇതാ വിശുദ്ധ നാട് സന്ദർശിച്ചവർക്കറിയാം, ഷെപ്പേർഡ്സ് ഫീൽഡ് എന്നറിയപ്പെടുന്ന രൂത്തിന്റെ പുസ്തകത്തിൽ നാം പഠിക്കുന്ന ബോവസിന്റെ വയല്, അവിടെയാണ് ഇടയന്മാർ തങ്ങളുടെ ആടുകളെ പാർത്തുകൊണ്ട് പുറത്തു നിൽക്കുമ്പോൾ ഒരു ദൂതൻ അവർക്കരികെ വന്നു. അവർ ഭയപരവശരാകുന്നു. കാരണം അവരുടെ മേൽ ഒരു വലിയ തേജസ് ചുറ്റിമിന്നി. അനേക ദിനരാത്രങ്ങൾ ആടുകളെ പാലിച്ചവർ, ആ പ്രദേശങ്ങളിൽ കൂടെ ആടുകളെ കൊണ്ടുപോയവർ, പക്ഷേ അന്നുവരെ അവർ കണ്ടിട്ടില്ലാത്ത പുതിയൊരു പ്രതിഭാസം. അവരാകെ ഭയപരവശരായപ്പോൾ ഒരു ദൂതൻ അവരുടെ അടുക്കൽ വന്ന ദൂതൻ അവരോട് ഒരു പുതിയ സുവിശേഷം, സദ്വാർത്ത അറിയിക്കുന്നു. ഇതാ, ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നിങ്ങൾ ഭയചകിതരാണ്, അതെനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഭയം മാറ്റുന്ന സുവിശേഷം, സുവിശേഷം, നല്ല വാർത്ത നിങ്ങളോട് ഞാൻ പറയുകയാണ്. അതെ, ദാവീദിന്റെ പട്ടണത്തിൽ ഒരു ലോകരക്ഷകൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇതാണ് സുവിശേഷം, നല്ല വാർത്ത. നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ ഭയം മാറ്റുവാൻ, ലോകത്തിന്റെ ഭയം മാറ്റുവാൻ ഒരു രക്ഷകൻ ഈ രാത്രിയിൽ ഭൂജാതനായിരിക്കുന്നു. ഇതവരോട് പറയുമ്പോൾ വചനം നാം ഇങ്ങനെ താഴോട്ട് വായിക്കുന്നു. സ്വർഗത്തിലെ ഒരു ദൂതസംഘം, നാം വെളിപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കുന്നത് പോലെ അനേക ദൂതസംഘങ്ങൾ ഉള്ളതിൽ ഒരു സംഘം ഒന്നിച്ച് ആ രാത്രിയുടെ നിശബ്ദതയിൽ ആദ്യത്തെ കാരോൾ ഗാനം മുഴക്കുകയാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇത് പാടി കരോൾ ഗായക സംഘമായ സ്വർഗത്തിലെ ദൂത സംഘം അപ്രത്യക്ഷമായി. അതെ, ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം, ഭയചകിതരായ നമ്മുടെ ഭയങ്ങൾ മാറുകയാണ്. പാപമംഗലമായ ജീവിതത്തിൽ മാനവലോകത്തിന്റെ പാപം വഹിക്കുവാൻ ലോകരക്ഷകൻ ജനിച്ചിരിക്കുന്നു. അത് ആർക്കു വേണ്ടിയാണ്? ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണോ? അല്ല. മാർത്തോമ, CSI, കാത്തലിക്സ്, ഓർത്തഡോക്സ് ഇങ്ങനെയുള്ള വിവിധ ഡിനോമിനേഷൻസിന് വേണ്ടിയാണോ? അല്ല. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷ വാർത്ത. അതെ പ്രിയമുള്ളവരെ, ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിന്റെ ഭയം മാറണം. ഇന്ന് വിവിധ നിലകളിൽ ഭയചകിതരാണ് നാം ഓരോരുത്തരും. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ന് മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെ തന്നെ ഭയമായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഈ ക്രിസ്മസ് ദിനം വളരെ സന്തോഷത്തോടെ ഇന്നത്തെ വാഗ്ദത്ത വചനം കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള ആലോചന നിങ്ങൾക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടു എന്ന് വരികയില്ല. വളരെ സ്നേഹത്തോടെ പറയട്ടെ, ലോകം മുഴുവൻ ഇന്ന് ഭയചകിതമായ അവസ്ഥയിലാണ്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയുകയില്ല. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്? ആരോഗ്യകാര്യത്തിൽ, ജോലി കാര്യത്തിൽ, നിലനിൽപ്പിന്റെ കാര്യത്തിൽ ഇന്ന് ഭയചകിതരാണ്. ഏതെങ്കിലും വിഷയത്തിൽ
ഭാരപ്പെട്ട് വേദനയോടെ ഭയപ്പാടോടെ ഈ ക്രിസ്മസ് ദിനം ഇന്നത്തെ വാഗ്ദത്ത വചനം ശ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്മസ് സ്റ്റാറുകൾ ഭവനത്തിൽ തൂക്കിയും കാരോൾ പാടിയും പങ്കെടുത്തും ക്രിസ്മസ് ട്രീ ഇട്ടും വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിച്ചും പള്ളി ആരാധനകളിലും കാരോൾ റൗണ്ട്സുകളിലും പങ്കെടുത്തത് കൊണ്ടും ഭയം മാറുകയില്ല. യേശു ഹൃദയത്തിൽ ജനിക്കാത്തടത്തോളം കാലം ഇതെല്ലാം സഭകളുടെയും ബിസിനസ് സംരംഭങ്ങളുടെയും നിലനിൽപ്പിന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും പാരമ്പര്യങ്ങളുമായി മാത്രം ഒതുങ്ങുകയാണ്. നമ്മൾ ഇതൊന്നും ചെയ്താൽ നമ്മുടെ ഭയം മാറത്തില്ല, യേശു നമ്മുടെ രക്ഷകനുമാകത്തില്ല, നമ്മൾ ആരും നിത്യതയിലും എത്തുകയില്ല. ഇതൊക്കെ വർഷങ്ങളായി സഭകൾ ആചരിച്ചു വരുന്ന ആചാരങ്ങൾ മാത്രമാണ്. യേശു എന്റെ ഉള്ളിൽ ജനിക്കാത്തടത്തോളം കാലം എത്ര കാരോൾ സർവീസ് പാടിയിട്ടും ഏതെല്ലാം വിധങ്ങളിൽ ആഘോഷത്തിൽ പങ്കെടുത്തിട്ടും ഏതെല്ലാം സ്ഥലങ്ങളിൽ നമ്മൾ ഓർഫനേജുകളിലും മറ്റും ഭക്ഷണം കൊടുത്താലും എന്ത് ചെയ്താലും ഒരു കാര്യവുമില്ല. മാനവലോകത്തിന്റെ പാപം പരിപൂർണമായി വഹിക്കുവാൻ ജാതം ചെയ്ത ഈ യേശു എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങൾ ജനിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്തടത്തോളം കാലം വെറും ആഘോഷങ്ങൾ മാത്രമായി ഇത് ഒതുങ്ങുകയാണ്. ആകയാൽ എന്റെ പ്രിയ ദൈവജനമേ, ദൂതൻ ആട്ടിടയോട് പറഞ്ഞത് ഈ പ്രഭാതത്തിൽ നമ്മുടെ കർണപുടങ്ങളിൽ പ്രതിധ്വനിക്കുകയാണ്. ഏതെങ്കിലും വിധത്തിൽ ഭയപ്പെടുന്നവർ, ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ? ഈ ക്രിസ്മസ് ദിനം നമ്മുടെ ഉള്ളിലെ ഭയം മാറണം. ഭയം മാറണമെങ്കിൽ യേശു ഉള്ളിൽ വരണം. ആ സദ്വാർത്ത നാം സ്വീകരിക്കണം. അങ്ങനെ നാം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളാകും. വിവിധ വിഷയങ്ങളാൽ വ്യാകുലപ്പെട്ട് ഭാരപ്പെട്ട് വേദനയോടെ സങ്കടത്തോടെ ഈ ക്രിസ്മസ് ദിനം കഴിച്ചുകൂട്ടുന്ന പ്രിയ ദൈവജനമേ, പ്രിയ സ്നേഹിത, നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വർഗീയ സമാധാനം നിറയട്ടെ. യേശു ഈ ഭൂമിയിൽ ജാതം ചെയ്തതിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതങ്ങളിൽ കൂടെ അന്വർത്ഥമാകട്ടെ. അപ്പോഴാണ് ക്രിസ്മസ് അർത്ഥപൂർണമാകുന്നതും സ്വർഗത്തിലെ പിതാവാം ദൈവം ഉദ്ദേശിച്ചത് പൂർണ്ണസ്ഥിതിയിൽ എത്തിച്ചേരുന്നതും. അതുകൊണ്ട് ആ നിലയിൽ നമ്മുടെ ജീവിതങ്ങൾ ധന്യമായി അനുഗ്രഹത്തോടെ മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ആ ഒരു ദൂതന്റെ അനുഗ്രഹിക്കപ്പെട്ട സന്തോഷ സുവിശേഷം ഇടയന്മാർ സ്വീകരിച്ചപ്പോൾ സ്വർഗത്തിലെ ഒരു സംഘം ഗാനങ്ങൾ പാടി കാരോൾ ആഘോഷിച്ചുവെങ്കിൽ ഞാനും നിങ്ങളും യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുമ്പോൾ നിശ്ചയമായും സ്വർഗീയ ദൂതഗണം നമ്മോടൊപ്പം പാടി ആരാധിക്കുകയാണ്. അങ്ങനെ മാലാഖവൃന്ദത്തോട് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ധന്യമായ ക്രിസ്മസ് ദിനമായി ഇന്നത്തെ ദിനം തീരട്ടെ. അതിന് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവും രക്ഷകനും നാഥനും വീണ്ടെടുപ്പുകാരനുമായി അംഗീകരിച്ച് ദൈവകൃപയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. മാനവലോകത്തിന്റെ പാപപരിഹാരത്തിനായി ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അവതരിക്കുകയും സകല
സ്വർഗീയ ഉന്നതികളെയും വിടിഞ്ഞ് കാലിത്തൊഴുത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ആഗതനായ യേശുവിന്റെ ധന്യദിനം ഓർക്കുന്ന ഈ നല്ല ദിനത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിലെ ഭയങ്ങൾ അവിടുന്ന് എടുത്തു മാറ്റണമേ. ദിവ്യമാകുന്ന സ്വർഗീയ സമാധാനം ഞങ്ങളിൽ പകരണമേ. ദൂതൻ ഇടയന്മാരോട് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പ്രതിധ്വനിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. സ്വർഗീയ സംഘത്തോട് ചേർന്ന് അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഉള്ളിന്റെ ഭയത്തെ അപ്പൻ മാറ്റണം. സ്വർഗീയ സമാധാനവും സന്തോഷവും വിടുതലും നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അയക്കണം. അങ്ങനെ ഈ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും സ്വർഗത്തിലെ ദൈവം വിഭാവനം ചെയ്ത യഥാർത്ഥ ക്രിസ്മസിന്റെ എല്ലാ സന്തോഷങ്ങളും ഞങ്ങളുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും നിറയുവാൻ ഇടയാകണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജാതം ചെയ്ത് ഞങ്ങളുടെ രക്ഷകനായി തീർന്ന യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നാം സാധാരണയായി ദൈവവചന ശുശ്രൂഷയിൽ കേൾക്കുന്നത് പോലെ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ 366 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് 4-ാം വർഷം ഫെബ്രുവരി മാസം 29 കൂടുന്നതുൾപ്പെടെ 366 ദിവസത്തേക്കുള്ള അനുഗ്രഹിക്കപ്പെട്ട ദൂതാണ് യേശുവിന്റെ ജനനത്തിൽ ദൂതനും ഇടയന്മാരോട് പറഞ്ഞത്. ഭയപ്പെടേണ്ട. അതെ, ഭയപ്പെടാതിരിക്കണമെങ്കിൽ സദ്വാർത്തയ്ക്ക് കാരണമായ യേശുവിനെ ജീവിതത്തിൽ സ്വീകരിക്കണം, ഹൃദയത്തിൽ സ്വീകരിക്കണം. ആ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യഥാർത്ഥ ക്രിസ്മസിന്റെ ഉടമകളായി സന്തോഷം പങ്കിട്ട് ദൈവകൃപയോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ജീവജലത്തിന്റെ ശ്രോതാക്കളായ നിങ്ങൾക്കേവർക്കും സന്തോഷകരമായ, ധന്യമായ, അനുഗ്രഹപൂർണമായ ക്രിസ്മസിന്റെ എല്ലാ സന്തോഷങ്ങളും വചനപ്രകാരവും നേരുന്നു. ഗുഡ് ഫ്രണ്ട്സ് ഗോസ്പൽ ടീമിന്റെ എല്ലാ ക്രിസ്മസിന്റെ അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് അർപ്പിക്കുന്നു. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.